സുജയ, ഇവിടെ നടപടിക്ക് മടിക്കുന്നു എന്നുള്ളതല്ല, നടപടിക്കുള്ള ഒരു സമയം എടുക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം CPI-നെ ഇത് പ്രതിരോധത്തിലാക്കിയില്ല എന്നുള്ള ക്യാപ്സുകളൊന്നും ഇനി നിൽക്കില്ല. കാരണം CPI-നെ ഇത് നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആദ്യം എൻ വാസു, അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാർ, രണ്ടുപേരും ഇപ്പോൾ CPI-ന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാരോപിതരായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. 6 പേരെയാണ് ഇപ്പോൾ ആ പ്രതിപട്ടികയിൽ 6 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അപ്പോൾ റിമാൻഡ് എന്നതുകൊണ്ടൊരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ആരും വ്യാഖ്യാനിച്ചിട്ടുമില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകി ആ അപേക്ഷയിലൂടെയുള്ള ഫയൽ നീക്കത്തിന്റെ ഭാഗമായി ഈ എ പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മറ്റാളുകളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണല്ലോ ഇപ്പോൾ SIT ക്രോസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ വാസുവിനെയും എ പത്മകുമാറെയും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ എത്താൻ കഴിയുന്ന വ്യക്തത എന്ന് പറയുന്നത് ഈ വിഷയത്തിലാണ്. എവിടെ നിന്നാണ് ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ആദ്യം എത്തിയത് എവിടെയാണ്? ആദ്യം എത്തിയത് എന്തായാലും ദേവസ്വം ബോർഡിലല്ല എന്നിപ്പോൾ എൻ വാസുവും എ പത്മകുമാറും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് എത്തിയതെന്നുള്ള ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകം തന്നെ മറുപടി പറഞ്ഞു കാണും. ഞാൻ ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് അയാളാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിക്ക് കൊടുത്തു, മന്ത്രി അതിൽ ഇങ്ങോട്ടേക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താതെ ഈ അന്വേഷണം വേറെ എങ്ങോട്ടും പോകില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. അത് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല, ആ രീതിയിലുള്ള മൊഴി കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് അപ്പോൾ ദേവസ്വം ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതിലൊന്നും സർക്കാർ ഒരു ഭാഗമേ അല്ല, ദേവസ്വം മന്ത്രി ഭാഗമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രി ഭാഗമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയുകയില്ല എന്നുള്ള ഒരു ന്യായീകരണമാണോ ഇനി കൊണ്ടുവരാൻ പോകുന്നത്? നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം പ്രതികരണങ്ങൾക്ക് ഇന്നലെ വന്നതുപോലെയുള്ള ഒരു സാവധാനത്തിലുള്ള അല്ലെങ്കിൽ ഇന്നലെ വന്നതുപോലെയുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ഒരു പ്രതികരണമൊന്നുമല്ല ഇന്ന് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്വർണം ചെമ്പായത് അല്ലെങ്കിൽ സ്വർണം ചെമ്പാക്കിയത്, അവിടെ ഉണ്ടായിരുന്നത് സ്വർണം പതിച്ച പാളികളായിരുന്നല്ലോ. അപ്പോൾ ആ സ്വർണം പതിച്ച പാളികൾ വെറും ചെമ്പ് പാളികളായി മാറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ സ്വർണ്ണ തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്ര പത്മകുമാറാണ് എന്ന രീതിയിലാണ് ഇതുവരെ വരുന്ന വിവരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സൂചന. എന്തായാലും 2019 ഫെബ്രുവരിയിൽ ഈ കട്ടിളപ്പാളി കൈമാറാനായി നിർദ്ദേശിച്ച സമയത്ത് അദ്ദേഹം തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ ഇനി ആർക്കും തർക്കമില്ല. അപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇനി ആ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്തായാലും മാറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ടുപേരും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയെങ്കിൽ അതിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണ്? ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അയ്യപ്പന്റെ ശ്രീകോവിലിലെ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടു പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുത്തു എന്നുള്ളതും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഈ രണ്ടുപേരും മറുപടി പറയണം, മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും. അതിൽ പത്മകുമാർ മറുപടി പറഞ്ഞു തുടങ്ങി. ആ മറുപടിയിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നടപടി എടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നടപടി എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന, എനിക്ക് തോന്നുന്നു 2 വിക്കറ്റിലേ ആയുള്ളൂ. എത്ര പേര് വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നടപടിയും കൂടി ഒന്നിച്ചെടുക്കാം. ഒറ്റത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാൽ മതിയല്ലോ പാർട്ടി നടപടി എടുക്കാനേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ താഴെ തട്ടിലെ പല കേന്ദ്രങ്ങളിൽ പല ഘടകങ്ങളിൽ ഉള്ള ആളുകളാണല്ലോ. അപ്പോൾ ആ ആളുകൾക്കൊക്കെ നടപടി എടുക്കുന്നതിനായിട്ട് പാർട്ടി ഒറ്റത്തവണ ഒരു കൂടിയാലോചന നടത്തിയാൽ മതി എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയായിരിക്കും. എത്ര പേരുണ്ട്, ഒരു ടോട്ടൽ നമ്പർ അറിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കും ആ കാത്തിരിപ്പ് ആകാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചാടിക്കേറി ഇപ്പോൾ ഓരോരുത്തർക്കെതിരെ നടപടിയെടുത്ത് അങ്ങനെ പിന്നെ വീണ്ടും യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാരിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുക. എത്ര പേരുണ്ടെന്നുള്ള ഒരു ടോട്ടൽ ഫിഗർ എന്തായാലും പുറത്തു വരട്ടെ. ഇവിടെ മുൻ ദേവസ്വം മന്ത്രി മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചു വന്ന ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞതിൽ തന്ത്രിയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്ത്രിയാണോ അതോ മന്ത്രിയാണോ? അതാണ് അറിയേണ്ടത്. അപ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അതാരായാലും കണ്ടുപിടിക്കപ്പെടണം. അവർക്കെതിരായ ശിക്ഷാ നടപടികളിലേക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന BNS പ്രകാരമുള്ള ഏറ്റവും ഉചിതമായ ശിക്ഷയിലേക്ക് അവരെത്തണം. അവിടെ സ്വർണം കൊണ്ടുപോയതിനല്ല, വിശ്വാസികളെ വഞ്ചിച്ചതിനുള്ള ഉചിതമായ ശിക്ഷയായി അത് മാറണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ പത്മകുമാറിനെ തള്ളി പറയാത്തത് പാർട്ടിയുടെ ഘടകം ചേർന്ന് ഒരു കൂടിയാലോചന നടത്താത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നടപടി എടുക്കാതെ അങ്ങനെ മാറ്റി നിർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വിഷയം പ്രതിരോധത്തിലായിട്ടുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, ഇത് പാർട്ടി അന്വേഷിച്ച, പാർട്ടിയുടെ കമ്മീഷനൊന്നും ഇതിൽ വരില്ല, തീവ്രത ഇളക്കുകയുമില്ല. കാരണം ഇത് കുറ്റാരോപിതനാണ് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എ പത്മകുമാറിനെ CPI-ന്റെ ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്തോ? ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ചർച്ച ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയല്ലേ ഉള്ളൂ സബ് സെക്രട്ടേറിയറ്റ്. അതോ അതിന് മുമ്പ് വേണമെങ്കിൽ ചേരാം അല്ലേ? വേണമെങ്കിൽ ചേരാം. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനിയിപ്പോൾ എത്ര വിക്കറ്റ് എന്ന് അറിഞ്ഞിട്ട്, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ MLA ആണ്, അദ്ദേഹവും പാർട്ടിയിൽ അംഗമാണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരണ്ട. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ട് തുടർ തീരുമാനം സംസ്ഥാന നേതൃത്വം അറിയിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. എന്തായാലും ആ പാർട്ടിയുടെ കാര്യം, എനിക്ക് ആ പാർട്ടിയുമായിട്ട് അടുത്ത് വലിയ ബന്ധമൊന്നുമില്ല, അപ്പോൾ അങ്ങ് പറഞ്ഞതായിരിക്കും ശരി. അപ്പോൾ എന്തായാലും പാർട്ടിയുടെ മേൽഘടകം ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ആ തീരുമാനം എടുക്കട്ടെ. എന്തായാലും CPI-നെ ഇത് പ്രതിരോധത്തിലാക്കി താൽക്കാലികമായെങ്കിലും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം.
ചർച്ച ചെയ്യാതിരിക്കില്ല എന്നാണ് ഞാൻ താൽക്കാലികമായെങ്കിലും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് CPI-ന് നല്ലത്. കാരണം പുറത്തും ആളുകൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു മോഷണം നടന്ന് അതിൽ കുറ്റാരോപിതൻ എന്ന് സാങ്കേതികമായി പറയുമെങ്കിലും ചെയ്ത കാര്യത്തിന്റെ ഒരു കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തുന്നതാണ് പാർട്ടിക്ക് നല്ലത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ കൊള്ള സംബന്ധിച്ച്. ആ കൊള്ളയിൽ ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഭക്തർ കൊണ്ടുവരുന്ന സ്വർണം മുതൽ ഈ അരവണ, നെയ്യഭിഷേകത്തിനായി വാങ്ങുന്ന നെയ്യ് തുടങ്ങി സകല കാര്യങ്ങളിലും അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടുത്തെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ ഇതിനകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെളിപ്പെടുത്തലുകൾ കൂടി SITയുടെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് കോടതി ലിമിറ്റഡ് ആക്കിയിട്ടില്ല. അത് വാസ്റ്റായി തന്നെ പോകാൻ കഴിയും. അപ്പോൾ ഈ സ്വർണ്ണം മാത്രമല്ല, ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സ്വർണ്ണവും അതടക്കം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മിനിറ്റ്സ് ബുക്ക് അല്ലെങ്കിൽ വരവ് ചെലവ് അല്ലെങ്കിൽ മറ്റ് രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല എന്ന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള A. പത്മകുമാർ തന്നെ പറയുന്ന ഒരു അഭിമുഖം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വ്യാപകമായി തന്നെ. 28 വർഷം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് 2017 വന്നതിന് ശേഷമാണ് അതിനു മുമ്പുള്ള 28 വർഷക്കാലം അവിടെ ഒരു തരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിനും, അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവിടെ നടക്കുന്ന യോഗങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രേഖയും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. SITയുടെ അന്വേഷണ പരിധിയിലേക്ക് പ്രത്യേകിച്ചും ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുത്ത് പരിശോധിക്കണം. 2024 മിനിറ്റ്സ് ബുക്ക് പ്രോപ്പർ അല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2017 താൻ അവിടെ എത്തുമ്പോൾ അതിന് മുൻപുള്ള 28 വർഷക്കാലത്തെ സമർപ്പണ സ്വർണത്തിന്റെ അടക്കം ഒരു കണക്കും അവിടെയില്ല. അപ്പോൾ എന്തൊക്കെ അവിടെ നിന്ന് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അദ്ദേഹം വന്നതിന് ശേഷം അപ്പോൾ 2007-2019 കാലഘട്ടത്തിൽ എല്ലാം പ്രോപ്പർ ആക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പ്രോപ്പർ ആക്കിയെങ്കിൽ അതിന്റെ തുടർച്ച എവിടെയാണ് നിലച്ചതെന്നുള്ളത് അറിയണം. കാരണം 2024 ഞാനതാണ് താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ വന്നത്. എന്തായാലും 2017 ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാം ശരിയാക്കി 2017-19 കാലഘട്ടത്തിൽ. പക്ഷേ 2024 നോക്കുമ്പോഴും അവിടെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ശരിയാക്കിയത് എന്താണ് എന്നത് SIT ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും. മലേഷ്യക്ക് പോയെന്നും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്, കടൽ കടന്നു പോയോ അതോ അവിടെ നിന്ന് ഈ സമർപ്പണ സ്വർണം മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയോ? അതിനിടയിൽ ഈ പാത്രം ഒന്നും വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പ്രധാനമായും ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമടക്കം അവിടെ അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഒരു രേഖയില്ലാതെ അവിടെ നിന്ന് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ കള്ളന്മാരെല്ലാം പുറത്തേക്ക് വരണം. N. വാസുവിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ A. പത്മകുമാർ കൂടി SITയുടെ കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരെയും നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും പുറത്തു വരും. കാരണം ഇവരൊന്നും അറിയാതെ അവിടെ ഇതൊന്നും നടക്കില്ലല്ലോ. കാരണം ദേവസ്വം കമ്മീഷണറായി അതിനുശേഷം പെട്ടെന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയ N. വാസുവല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നന്നായി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇവിടെ പ്രതിരോധത്തിലായ പാർട്ടി നടപടിക്ക് ഇപ്പോൾ മടിച്ചു നിൽക്കുകയാണ്. അത് ഇനി എത്ര പേരുണ്ടെന്ന് കരുതി അവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നടപടി എടുക്കുന്നതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു നടപടി എടുക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. Meet the editors.